നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കാനുള്ള 6 ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ടിപ്സ് ഉപയോഗിച്ച് ശരീരഭാരം കുറച്ച ഒരുപാട് പേരാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്താൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടോ? ഉദാഹരണത്തിന് തൈറോയ്ഡ് പ്രോബ്ലം. തൈറോയ്ഡ് ഉള്ളവർക്ക് പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിനോട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. ഇതും ശരീരഭാരം കുറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ദിവസവും ഹെർബൽ ടീ കുടിക്കുക. നമ്മൾ പാലോ അല്ലെങ്കിൽ മധുരമോ ഇതൊന്നും ദിവസവും ഉപയോഗിക്കരുത്. ഹെർബൽ ടീ ഉപയോഗിക്കുക. വെയിറ്റ് ലോസിനുള്ള ഡ്രിങ്ക്സ്, ഇത്തരം ഡ്രിങ്ക്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മൂന്നാമത്തെ മറ്റൊരു ടിപ്പാണ്, നമ്മളെപ്പോഴും നമ്മളൊരു ദൃഢനിശ്ചയം എടുത്താൽ വെയിറ്റ് ലോസ് ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ അതിനു വേണ്ടി തന്നെ വർക്കൗട്ട് ചെയ്യുക. ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും എന്ന് വെച്ച് നമ്മൾ നിർത്തി പോകരുത്. നാലാമത്തെ ടിപ്പാണ്, നമ്മൾ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നൽകും. എല്ലാ ഡയറ്റ് പ്ലാനിലും അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് കഴിച്ചുകൊണ്ട് അന്നജം നമ്മൾ വളരെ ചുരുക്കിയാണ് കഴിക്കുന്നത്. അന്നജം ചുരുക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഈ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന അളവ് കുറയുകയും അത് നമ്മുടെ ഫാറ്റ് ലോസിനെ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്ത ടിപ്പാണ് യോഗിക് ഫാസ്റ്റിംഗ്. യോഗിക് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, അതായത് ഒരു ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അയാള് യോഗിയാണെന്ന്. ഇതിനെ ഇംഗ്ലീഷിൽ വിദേശികൾ പറയുന്നത് ഒമാദ് ഡയറ്റ് എന്നാണ്. ഒമാദ് എന്ന് പറഞ്ഞാൽ 1 meal a day, ഒരു ദിവസം ഒരു ഫുഡ് കഴിക്കുക, ഒരു നേരം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ അടുത്ത മെത്തേഡ്, 6ാമത്തെ മെത്തേഡാണ്, നമ്മൾ ഹൈ ഇന്റൻസീവായ വർക്കൗട്ടുകൾ, വ്യായാമങ്ങൾ ചെയ്യുക. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള കൊഴുപ്പ് കുറയാനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും വ്യായാമങ്ങൾ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. വ്യായാമങ്ങൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും വളരെ ബുദ്ധിമുട്ടാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട്. ഈ കാണുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക. എന്ത് വ്യായാമങ്ങളായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ചു ഇന്റൻസീവ് ആയിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നണം. അപ്പോൾ ഇതിന് സഹായിക്കുന്ന നല്ല ഇന്റൻസീവ് ആയ കുറച്ച് വ്യായാമങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് അതിനോടൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ ഈ ഹിപ്പിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഗാലവ്യാസനമാണ് ചെയ്യുന്നത്, ഒരു സൈഡ് ബെൻഡിങ്. അപ്പോൾ അതിനായി ഇതുപോലെ മുട്ടുകുത്തി നിൽക്കുക. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതുപോലെ നിന്നതിന് ശേഷം നിങ്ങൾ വലതുകാല് അല്ലെങ്കിൽ ഇടതുകാല് ഇതുപോലെ പുറത്തേക്ക് വെക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് കൈ, ഈ കാലിന്റെ ഓപ്പോസിറ്റ് കൈ ഉയർത്തുക. അതിനുശേഷം ശരിക്കും സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ ബെൻഡ് ചെയ്യുക. അതിനുശേഷം അപ്പ് ചെയ്യുക. ഇനി റിലാക്സ് ആയി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ഹാൻഡ് കൈ അപ്പ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ബെൻഡ് ചെയ്യുക. ഇതുപോലെ അപ്പ് ചെയ്യുക. അതിനുശേഷം ഡൗൺ ചെയ്യുക. നമ്മൾ 5 റൗണ്ടാണ് ഓരോ സൈഡും ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങൾ പറ്റുന്നത്ര സ്ട്രെച്ച് ചെയ്യുക, ആവുന്നത്ര ഈ ഒരു പൊസിഷൻ. ഞാൻ ബിഗിനേഴ്സിന് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യുന്നത്, ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക, കാല് പുറത്തേക്ക് വെക്കുക, ഇടതുകാൽ പുറത്തേക്ക് വെക്കുക. ഇനി നമുക്ക് ആരംഭിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലതു കൈ ഉയർത്തുക, ഇടത് കാലിൽ വെക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ, ഇടത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, വലത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇൻഹേൽ അപ്പ്, ഒരു റൗണ്ട്. എക്സേൽ ബെൻഡ്, ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്, 2 റൗണ്ട്. എക്സേൽ ബെൻഡ്, ഇൻഹേൽ അപ്പ്, 3 റൗണ്ട്. എക്സേൽ ബെൻഡ്, ഇൻഹേൽ അപ്പ്, 4 റൗണ്ട്. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. എക്സേൽ ബെൻഡ്, ചെസ്റ്റ് ഓപ്പൺ ചെയ്യണം. ഇൻഹേൽ അപ്പ്, 5 റൗണ്ട്. അതിനുശേഷം റിലാക്സ് ആവുക. ഇനി ഇടതുകാൽ നേരെ വെച്ച് വലതുകാൽ പുറത്തേക്ക് വെക്കുക.
ഇനി ഇടത് കൈ അപ്പ് ചെയ്യുക, ആവുന്നത്ര നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വലത് കൈ വലത് കാലിൽ വെക്കുക, സ്ട്രെച്ച് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ബെൻഡ്, ഇൻഹേൽ അപ്പ്, ഒരു റൗണ്ട്. എക്സേൽ, ബെൻഡ്, മാക്സിമം ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇൻഹേൽ അപ്പ്, എക്സേൽ, ബെൻഡ്, മാക്സിമം, ഇൻഹേൽ അപ്പ്, 3 റൗണ്ട്. എക്സേൽ, ബെൻഡ്, ഞാൻ തുടക്കക്കാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്, അധികം സ്ട്രെച്ച് ചെയ്യുന്നില്ല. ഇൻഹേൽ അപ്പ്, 4 റൗണ്ട്. അവസാന റൗണ്ട് എക്സേൽ, ബെൻഡ്, ഇൻഹേൽ അപ്പ്. ഇനി ഇടത് കൈ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റിൽ റിലാക്സ് ആവാം. പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5-10 തവണ കൂടി ചെയ്യുക. മാക്സിമം ചെയ്യുമ്പോൾ അത്രയും കൊഴുപ്പ് ശരീരത്തിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കഴിയുമെങ്കിൽ 1-2 റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസനമാണ്. ലഘുപവനമുക്താസനത്തിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ലെവൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് നിങ്ങൾ നോക്കുക. ഇത് ഡൈജഷനും അതുപോലെ തന്നെ ഗ്യാസ് പ്രോബ്ലംസ് ഉള്ളവർക്കെല്ലാം നല്ലൊരു പൊസിഷനാണ്. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാല് ഇതുപോലെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം 2 കാലും ഇതുപോലെ ബെൻഡ് ചെയ്ത് ഹഗ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. തല മുട്ടുകാലിൽ മുട്ടിക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ട്രൈ ചെയ്യുക. ഇനി ശ്വാസം എടുത്ത് തല ഡൗൺ ചെയ്ത് കാല് സ്ട്രെച്ച് ചെയ്യുക. പറ്റുമെങ്കിൽ കാലിൽ നിലത്ത് മുട്ടിക്കാതിരിക്കാൻ നോക്കുക. അത് കാലിൽ നിലത്ത് മുട്ടിക്കാതെ ചെയ്താൽ നിങ്ങളുടെ കോർ മസിൽസ് സ്ട്രോങ് ആക്കുവാനും വയറ് കുറയ്ക്കുവാനും കൂടി ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും, കൂടുതൽ ഗുണമുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക, ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാനും മനസ്സിലാവും. നമുക്ക് ആരംഭിക്കാം. കാലടുപ്പിച്ച് വെക്കുക. ഇനി 2 കാലും മടക്കി ഹഗ് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ഇൻഹേൽ, ഹെഡ് ഡൗൺ. കാല് സ്ട്രെയിറ്റ് ആക്കുക. പറ്റുമെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കരുത്. ബെൻഡ് ചെയ്യുക, ഹഗ് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, പറ്റുന്നത്ര ഹെഡ് ഡൗൺ. 2 കാലും സ്ട്രെച്ച് ചെയ്യുക. 2 റൗണ്ടായി. കാല് നിലത്ത് മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ബെൻഡ് ചെയ്യുക, ഹഗ് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, 3ാമത്തെ റൗണ്ട്. ഇൻഹേൽ, ഹെഡ് ഡൗൺ. 2 കാലും സ്ട്രെച്ച് ചെയ്യുക. 4ാമത്തെ റൗണ്ട്. 2 കാലും ബെൻഡ് ചെയ്യുക, ഹഗ് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ഇൻഹേൽ, ഡൗൺ. 2 കാലും സ്ട്രെച്ച് ചെയ്യുക. അവസാന റൗണ്ട്. 2 കാലും ബെൻഡ് ചെയ്യുക, ഹഗ് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്. പറ്റുമെങ്കിൽ അല്പസമയം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടാം. 1 2 3 4 5. ഹെഡ് ഡൗൺ ചെയ്യുക. 2 കാലും നിവർത്തുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ 5 തവണ കൂടി ചെയ്യാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ റിലാക്സ് ചെയ്യാം.